ജോയിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ഒരു വലിയ നഷ്ടമാണ്, ഒരു വലിയ വിടവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 1980കളിലാണ് ജോയിച്ചേട്ടൻ ഈ പുളിന്താനം പ്രദേശത്തേക്ക് വന്ന് താമസമാക്കുന്നത്. അന്ന് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് മുതൽ എനിക്കറിയാം ജോയിച്ചേട്ടനെ. 2 കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് ജോയിച്ചേട്ടൻ ചേച്ചി ഇവിടെ വന്നത്. അന്നത്തെ ആ മുഖം മുതൽ ഇന്നു വരെയുള്ള എല്ലാ ഓർമ്മകളും എൻ്റെ മനസ്സിലുണ്ട്. ജോയിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുവരെ ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ധാരാളമായിട്ട് അടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ദൈവ വചനത്തോട്, ദൈവവേലയോട്, വേലക്കാരോട്, സഭയോടുള്ളതായ പ്രത്യേകമായുള്ള താല്പര്യം പ്രമാണിച്ച് സ്വന്തം മകനെ ദൈവവേലയ്ക്കായിട്ട് അയക്കുവാൻ ഉള്ളതായ എല്ലാ ക്രമീകരണം ചെയ്ത് ആ രീതിയിൽ തന്നെ ക്രമീകരിക്കുവാനായിട്ട് ജോയിച്ചേട്ടൻ ശ്രമിച്ചു. അത് സാധിച്ചു. അങ്ങനെ കാണുവാനായിട്ട് ജോയിച്ചേട്ടന് സാധിച്ചു. പ്രിയ ജോയിച്ചേട്ടൻ്റെ ഈ ലോകത്തിൽ ചെയ്യാനുള്ള തൻ്റെ വേല പൂർത്തിയാക്കി ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളെയും ചേച്ചിയെയും സർവശക്തനായ ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആവശ്യമായ കൃപകളാൽ അവരെ നിറക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ ചാനോട് വളരെ സ്നേഹബന്ധം പുലർത്തുവാനോട് വരുമ്പോഴൊക്കെയും വന്ന് സന്ദർശിക്കാനൊക്കെയും ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, നാമോ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും തേജസ്സിൽ വെളിപ്പെടും. ശാന്തനും സൗമ്യനും സ്നേഹത്തിൻ്റെ ഒരു നിർഗുണവുമായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് അച്ഛനെ കാണുവാനും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ കരുതലും സ്വീകരണവും സൽക്കാരവും ഒക്കെ സ്വീകരിപ്പാനിടയായി തീർന്നു. ജോയിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തി. അധികമായി ഒന്നും സംസാരിക്കില്ല, കാര്യഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കും. ഒത്തിരി വാചാലനാകുന്ന ഒരു പ്രകൃതം ജോയിച്ചേട്ടൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇടവകയുടെ സെക്രട്ടറിയും ട്രസ്റ്റിയുമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമുണ്ട്. അന്നൊക്കെ ജോയിച്ചേട്ടനിലെ ഈ നല്ല ഗുണങ്ങൾ എനിക്ക് ആ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ വളരെ വ്യക്തമായി അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ സഹോദരൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ മൃതശരീരം മാത്രമാണ് നമ്മളിന്ന് വളരെ ആദരവോടുകൂടെ സംസ്കരിക്കുന്നത്. ആത്മാവ് അവനെ നൽകിയവൻ്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ജനമേ, നമുക്കൊരു വിശ്വാസമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. എന്താണത്? കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും. ജോയിച്ചായന് നിഷ്കളങ്കനാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സംസാരമൊക്കെ ഒത്തിരി മിതഭാഷയാണ്, സംസാരം അധികമില്ല. എങ്കിലും തൻ്റെതായ ആ സ്നേഹം ഇവിടെ കടന്നു വരുമ്പോൾ അത് കടന്നു വരുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ഭവന സന്ദർശനത്തിനായിട്ട് കടന്നു വന്നപ്പോൾ പ്രിയ ജോയിച്ചേട്ടനോടും ലിസി ചേച്ചിയോടും അധികമായി ഇവിടെ ഇരുന്ന് അല്പസമയം ചെലവിടുവാനും സംസാരിക്കുവാനും ഒക്കെ കഴിഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇവിടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ചില ഗുണങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെയും പ്രാർത്ഥനയിൽ അതിനെ ഓർക്കം ചെയ്യുവാൻ അപ്പോൾ ഈ കഴിവുണ്ടായിരുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വളർന്നു വന്ന സമയത്തൊക്കെ എന്നാൽ വേലയ്ക്കായിട്ട് സമർപ്പിച്ച സമയത്ത് അതിന് വേണ്ട സപ്പോർട്ടൊക്കെ പപ്പയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ ദൈവവചനം പഠിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും പപ്പയ്ക്ക് വളരെ താല്പര്യവും അത് തലമുറകൾക്ക് പറഞ്ഞു കൊടുത്തതിനും പപ്പയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളായിരിക്കുന്ന വേദനയും ദുഃഖവും ഞങ്ങൾ പങ്കിടുന്നതോടൊപ്പം ക്രിസ്തുവിലുള്ള പ്രത്യാശയും പങ്കുവെക്കുന്നു. ദൈവമായ കർത്താവ് തന്നെ ദൈവമായ സമാധാനം കൊണ്ട് ഞങ്ങളെ ശക്തീകരിച്ച് വേർപാട് ഏത് പ്രായത്തിലും ദുഃഖകരമാണ്. പ്രാർത്ഥിച്ചവരും ത്യാഗം അനുഭവിച്ചവരൊക്കെ ഇങ്ങനെ വിട്ടുപിരിയുമ്പോൾ കടക്കാനാവാത്ത വേദനയും ദുഃഖമുണ്ട്. എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യ പ്രത്യാശ എന്ന് പറയുന്നത് വിട്ടുപിരിയുന്നത് നാം കണ്ടുമുട്ടുവാൻ വേണ്ടിയാണ്. എന്നാൽ അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ പ്രിയ പിതാവ് മുന്നമേ കടന്നുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കും.